എൻ്റെ ആ പഴയ ആ ഒരു രീതിയൊക്കെ മാറി. എനിക്ക് തന്നെ ഒരു ഊർജ്ജം വന്ന പോലെയായി എന്തോ ഒരു. അപ്പം എൻ്റെ അത് ശരിക്കും എനിക്ക് ഒരു സത്യത്തിലെ ഒരു ശരിയായ രീതി എന്ന് പറഞ്ഞാൽ ആ സമയത്തൊരു നമ്മുടെ ശരീരത്തൊരു ഊർജ്ജവും ഒരു പോസിറ്റീവ് എനർജി ബലവും അച്ഛൻ അനുഗ്രഹിച്ചതിന് ശേഷം ഉണ്ടായി. എന്നിട്ടാണ് അച്ഛൻ ആ പ്രാണായാമ കലകളിലേക്ക് പോയി. അച്ഛൻ ആ സമയത്ത് ഭയങ്കര ചൈതന്യം വരുന്നത്. ഈ പ്രകൃതി പോലും അതിന് അനുകൂലിച്ച് നിന്ന ഒരു സമയമാണ്. ആ പ്രപഞ്ചം മൊത്തം അനുകൂലിച്ച് നിന്ന് ഉപ്പം പക്ഷി സംസ്കൃതത്തിൽ പറഞ്ഞ ചാതുരാഗ പക്ഷി, അതിൻ്റെ ആ നാദം ഭയങ്കരമായിരുന്നു. പഞ്ചപക്ഷിയായിട്ടുള്ള മൂങ്ങ, തത്തമ്മ എന്ന് പറഞ്ഞ് ഇതിൻ്റെ വിളിയും കാഹളമായിരുന്നു. പ്രകൃതി ഒരു പ്രത്യേക അന്തരീക്ഷം വിരിച്ച് സ്വർഗ്ഗവാതിൽ സ്വർഗ്ഗ കവാടം തുറന്നതുപോലെ ആകാശമൊക്കെ അങ്ങ് മഞ്ഞ നിറത്തിലായി. ഫുള്ള് മഞ്ഞ, ആ ഫുള്ള് എന്ന് പറഞ്ഞ മങ്ങിയിട്ട് ഫുള്ള്. ഇതിപ്പം നീലാകാശമാണ് കാണുന്നത്. ഇത് ആ സമയം പകൽ 11:30 നടക്കുന്ന സംഭവമാണ്. ഈ ആകാശവൃതമൊക്കെ ഒരു മഞ്ഞ ഗോളം അടിച്ചാണ് നിന്ന് ആ സമയത്ത്. ഞാൻ കണ്ടവനാണ് ഞാൻ. അപ്പം ഇവിടെ അന്ന് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പൊക്കെയാണ് കെട്ടിപ്പറക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു പ്രത്യേക അന്തരീക്ഷവും ശംഖുനാദം പോലത്തെ പഞ്ചപക്ഷിയുടെ നാദവും സ്വരങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു ആ ചൈതന്യം. പിന്നെ അച്ഛൻ്റെ ശരീരത്തൂടെ ഇങ്ങനെ ഒരു ഭയങ്കര തേജസ്സായിരുന്നു ആ സമയത്ത്. മോഹവും ആ ഒരു ഭയങ്കര തേജസ് ഇങ്ങനെ വിൽക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. അച്ഛൻ്റെ എല്ലാം കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ മിഴികളടച്ച് പതുക്കെ ഈ കൈ അങ്ങ് താത്ത് ഇങ്ങനെ അങ്ങ് ഇത് ആ ഒരു അതിൽ അങ്ങ് ഇരുന്ന് ചായുകയോ ചരിയുകയോ ഒന്നും ചെയ്തില്ല. അതിൽ തന്നെയാണ്. അപ്പോൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.